സംസ്ഥാനത്ത് ഹൈസ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടാൻ ശുപാർശ. വിദ്യാഭ്യാസ കലണ്ടർ പരിഷ്കരിക്കാൻ നിയോഗിച്ച 5 സമിതിയുടേതാണ് നിർദ്ദേശം. സ്കൂൾ പരീക്ഷ 2 ചുരുക്കാനും സമിതി ശുപാർശ ചെയ്തു. തുടർച്ചയായി 6 പ്രവൃത്തി ദിനം വരാത്ത വിധം മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് നടത്താമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം. ഓണം, ക്രിസ്മസ് വേളയിലും മാർച്ചിലുമായി ഇപ്പോൾ 3 പരീക്ഷകളുണ്ട്. ഇതിനു പകരം ഒക്ടോബറിൽ അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ വാർഷിക പരീക്ഷയും മതിയെന്നാണ് ശുപാർശ. പഠന നിലവാരം ക്ലാസ് പരീക്ഷയിലൂടെ വിലയിരുത്താം. LP, UP ക്ലാസ് സമയം കൂട്ടേണ്ടതില്ല. ഹൈസ്കൂളിൽ ദിവസവും അരമണിക്കൂർ കൂട്ടിയാൽ വർഷത്തിൽ 1200 മണിക്കൂർ അധ്യയനം ഉറപ്പാക്കാം. സ്കൂൾ ഇടവേളകൾ 10 മിനിറ്റാക്കണം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് SCERTയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിച്ചത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ VP ജ്യോതിഷിൻ്റെ നേതൃത്വത്തിലുള്ള 5 സമിതി ഇന്നലെയാണ് മന്ത്രി V ശിവൻകുട്ടിക്ക് റിപ്പോർട്ട് കൈമാറിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്കൂൾ പരീക്ഷ വർഷത്തിൽ 2 ആലോചനയുണ്ടായിരുന്നു. 10ാം ക്ലാസ്സുകാർക്ക് 2 വാർഷിക പരീക്ഷ ഏർപ്പെടുത്താനുള്ള CBSE നിർദ്ദേശം കേരള സിലബസുകാർക്ക് തൽക്കാലം നടപ്പിലാക്കില്ല. ഇങ്ങനെയൊരു പരിഷ്കാരത്തിലേക്ക് പോവേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നുമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്ന് വിലയിരുത്തിയിരുന്നത്. അതേസമയം വർഷത്തിൽ 3 തവണയുള്ള സ്കൂൾ പരീക്ഷ 2 നടപ്പാക്കാനുള്ള സാധ്യത തേടണമെന്ന് അന്ന് വിദഗ്ധരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതേസമയം സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസിനും 10 ദിവസം അവധി കിട്ടില്ലെന്നും പകരം 9 ദിവസത്തെ അവധി മാത്രമാണ് ലഭിക്കുക എന്നും മുൻപേ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ ഓണത്തിന് 9 ദിവസം മാത്രമാണ് അവധി നൽകിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.